بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا رسول الله، خذ بيدي قلت هيلتي أدركني مرادي. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, നല്ലവരായ ദീനീ സ്നേഹികളെ, മറമ്പാത്തി മഹല്ല കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹനിധികളായ യുവ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പരിപാടിയുടെ 5ാമത്തെ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇതുപോലെ സംഘടിക്കാനും നിങ്ങളുമായി സംഗമിക്കുവാനും തൗഫീഖ് നൽകിയ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഥയിലേക്ക് വരികയാണ്. ഇന്നലെ നാം പറഞ്ഞു വച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ശംസുദ്ദൗല ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹബദാനിൽ നമ്മുടെ ഈ കൊച്ചുബാലൻ ശൈഖ് കബീർ അവിടെ താമസിക്കുകയും അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭരണാധിപനായ രാജാവായ ശംസുദ്ദൗല ശൈഖ് കബീറിനെ കുറിച്ചുകൊണ്ട് അറിയുകയും അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വരുത്താൻ വേണ്ടി 2 ഭടന്മാരെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഈ 2 പട്ടാളക്കാർ ശൈഖ് കബീറിന്റെ കൊച്ചു വീട്ടിൽ ചെന്നുകൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരങ്ങൾക്കൊടുവിൽ 2 പട്ടാളക്കാർ പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഞാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയോ? എന്തിന്? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഇല്ല, ഞാൻ കൊട്ടാരത്തിലേക്കൊന്നുമില്ല. കൊട്ടാരത്തിലെ സുഖങ്ങളും മറ്റും എനിക്ക് ആവശ്യമില്ല. ഈ കൊച്ചുകുടിയിൽ കഴിഞ്ഞുകൊണ്ട് എന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പട്ടാളക്കാർ പറഞ്ഞു, അത് പറ്റില്ല. അങ്ങയെ ക്ഷണിച്ചിരിക്കുന്നത് ഞങ്ങളല്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള മറ്റാരുമല്ല. ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ ശംസുദ്ദൗല രാജാവാണ്
അങ്ങയെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിക്കാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അങ്ങ് തള്ളിക്കളയണം. ആഹാ, അങ്ങനെയാണോ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധിപനാണോ എന്നെ ക്ഷണിച്ചിട്ടുള്ളത്? എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. ശംസുദ്ദൗലയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചുരുക്കി പറയട്ടെ, ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ശൈഖ് കബീർ ഇവരോട് കൂടെ കൊട്ടാരത്തിലേക്ക് യാത്രയാവുകയാണ്. കൊട്ടാരത്തിൽ വല്ലാത്ത സ്വീകരണമാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ശൈഖ് കബീർ വരുന്നുണ്ടെന്ന് കേട്ടപാടെ ശംസുദ്ദൗല തന്റെ മന്ത്രിമാരെയും പട്ടാളക്കാരെയും സൈനാധിപന്മാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ കൊട്ടാരത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. വലിയ ബഹുമതിയോടുകൂടി, വലിയ ആദരവോടുകൂടി ശൈഖ് കബീറിനെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നു. കൊട്ടാരത്തിൽ വലിയ സ്വീകരണം ഒരുക്കുന്നു. അങ്ങനെ ശംസുദ്ദൗലയുമായി കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് ദീർഘനേരം ശൈഖ് കബീർ സംവദിക്കുന്നു. അവരുടെ സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അത്ഭുതത്തോടെ ശംസുദ്ദൗല ഇദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും സ്നേഹവും കണ്ടുകൊണ്ട് വല്ലാത്ത അത്ഭുതത്തോടെ ആ രംഗം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം തടിച്ചുകൂടിയ ഈ പ്രമുഖരായ ഈ ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ശൈഖ് കബീറിനോട് ശംസുദ്ദൗല രാജാവ് ചോദിക്കുകയാണ്, അങ്ങയെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അങ്ങ് പഠിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ പഠിച്ച് അങ്ങ് പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗോളശാസ്ത്രവും തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഇതിലൊക്കെ നിപുണനാണ് അങ്ങ് എന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും നല്ല കഴിവിന്റെ ഉടമയാണ് അങ്ങ് എന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് അങ്ങയെ ആവശ്യമുണ്ട്. ഈ കൊട്ടാരത്തിൽ അങ്ങയെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ കൊട്ടാരത്തിലെ ഒരു മന്ത്രിസ്ഥാനം അങ്ങേക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ നോക്കി നിൽക്കുന്ന മറ്റു മന്ത്രിമാർ, പട്ടാളക്കാരൊക്കെ അത്ഭുതത്തോടെ രാജാവിന്റെ ഈ സംസാരം വീക്ഷിക്കുകയാണ്. രാജാവ് എന്ത് പണിയാ ചെയ്യുന്നത്? എവിടുന്നോ അഡ്രസ് ഇല്ലാതെ ഈ നാട്ടിലേക്ക് വഴിപോക്കനായി കടന്നു വന്ന ഇയാളെയാണോ ഇനി മന്ത്രിസഭയിൽ എടുക്കുന്നത്? രാജാവിന് എന്ത് സംഭവിച്ചു? രാജാവിനൊന്ന് ചിന്തിച്ചുകൂടെ? ഇദ്ദേഹത്തിന്റെ നാടെവിടെ? ഇദ്ദേഹത്തിന്റെ കുടുംബമേതാ? ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള അവസ്ഥ എന്താണ് എന്നൊക്കെ രാജാവിനൊന്ന് ചിന്തിച്ചുകൂടെ? ഒന്നുമല്ലാത്ത ഈ മനുഷ്യനെ, മുസാഫിറായി ഇങ്ങോട്ട് വന്നുപെട്ട ഈ മനുഷ്യനെ മന്ത്രിസഭയിൽ എടുക്കുകയോ? രാജാവ് ഇത്രയ്ക്കും ബുദ്ധിശൂന്യനായി പോയോ എന്നൊക്കെ ഈ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന, വീക്ഷിക്കുന്ന മറ്റു മന്ത്രിമാരും പട്ടാളക്കാരും സൈന്യാധിപന്മാരും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവർ തുറന്നു പറയുന്നില്ല. കാരണം രാജാവിന്റെ മുമ്പിൽ ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവർ അത് മനസ്സിൽ ഒതുക്കി. ചുരുക്കി പറയുന്നു, ഹമദാൻ ഭരണകൂടത്തിന്റെ മന്ത്രിസഭയിൽ ഒരു അംഗമായി നമ്മുടെ കഥാപുരുഷനായ മുസാഫിറായ മുത്ത് ശൈഖ് കബീർ എന്ന പേരിൽ അറിയപ്പെട്ട ഈ യുവാവിനെ അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകി. മന്ത്രിസഭയിൽ ഒരു അംഗമായി അദ്ദേഹത്തെ നിശ്ചയിക്കപ്പെട്ടു. പിന്നീടുള്ള കാലങ്ങളിൽ എന്ത് വിഷയങ്ങളും ആദ്യമായി ചർച്ച ചെയ്യുന്നത് ശംസുദ്ദൗല ഭരണാധിപൻ
നമ്മുടെ കഥാനായകനായ ഷെയ്ഖ് കബീറുമായിട്ടാണ്, ഈ മുസാഫിറുമായിട്ടാണ് ആദ്യമായി അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. എന്ത് വിഷയം നടപ്പിലാക്കുകയാണെങ്കിലും, രാജ്യത്ത് എന്ത് പ്രധാന സംഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും, ഏത് വികസന പ്രവർത്തനമാണെങ്കിലും, ഏത് രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിലും അതിനെക്കുറിച്ച് കൊണ്ട് ആദ്യമായി ചർച്ച നടത്തുന്നത് ഷെയ്ഖ് കബീറുമായിട്ടാണ്. ശംസുദ് ദൗലയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി ഷെയ്ഖ് കബീർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വല്ലാത്ത സ്നേഹം രാജാവിന് ഇദ്ദേഹത്തോട്, വല്ലാത്ത ആദരവ്, വല്ലാത്ത ബഹുമാനം. ഇദ്ദേഹം എന്താണോ പറയുന്നത് അത് അപ്പടി സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ടാണ് ശംസുദ് ദൗല ഭരണകാര്യങ്ങൾ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ആയപ്പോ കൂട്ടത്തിലുള്ള മറ്റു മന്ത്രിമാർക്കും പട്ടാളക്കാർക്കും എത്രയോ കാലങ്ങളായി കൊട്ടാരത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർ, പട്ടാളക്കാർ, ഇവർക്കൊക്കെ നമ്മുടെ ഈ കഥാപുരുഷനോട് വല്ലാത്ത അസൂയ തോന്നാൻ തുടങ്ങി. ഇവനെ ആരാ? ഇവനെ വെച്ച് പൊറപ്പിക്കാൻ പറ്റൂല. ഇവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. ഇവനെ ഇനിയും വെച്ചുകൊണ്ടെന്നാൽ പിന്നെ നമ്മളെ ഒന്നും രാജാവിന്റെ ഒരു മൈൻഡ് ഉണ്ടാവില്ല. എല്ലാം ഇവന്റെ കയ്യിൽ അമർന്നു പോകും. ഇവന് പറയുന്ന പോലെയായിരിക്കും പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഇവന് വെച്ചേക്കാൻ പറ്റുകയില്ല. എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇവനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങളിലേക്ക് നാം നീങ്ങണം. മറ്റുള്ള പട്ടാളക്കാരും മന്ത്രിമാരും കൂടിയിരിക്കുന്നു. അവർ ചർച്ചകൾ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഷെയ്ഖ് കബീറിനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടണം. അതിനെന്ത് ചെയ്യണം നമ്മൾ? അവർ യോഗം ചേർന്നു. ശംസുദ് ദൗല രാജാവും ഷെയ്ഖ് കബീറും ഈ വിഷയമൊന്നും അറിയുന്നില്ല. അവരെ അറിയാതെ മറ്റുള്ള മന്ത്രിമാരും പട്ടാളക്കാരും സേനാനായകന്മാരും ഒക്കെ അസൂയ മൂത്തുകൊണ്ട് അവർ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ അവർ തീരുമാനിച്ചു, അവരൊരു ഡേറ്റ് നിശ്ചയിച്ചു. ആ ദിവസം നമുക്ക് രാജാവിനെ ഗൗരവ ചെയ്യണം. ആയുധങ്ങളുമായി യുദ്ധസന്നാഹത്തോടുകൂടി കൊട്ടാരത്തിന്റെ രാജാവിലേക്കെന്ന പ്രൈവറ്റ് റൂം വളയണം, ഗൗരവ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾ രാജാവിന്റെ മുമ്പിൽ വെക്കണം. ഷെയ്ഖ് കബീറിനെ എത്രയും പെട്ടെന്ന് ഈ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് പിഴുതെറിയണം, പുറത്താക്കപ്പെടണം. ഇല്ലെങ്കിൽ രാജാവിനെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കി ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വളഞ്ഞിരിക്കണം. ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം വഴങ്ങുന്നില്ല എങ്കിൽ തീർച്ചയായും ശംസുദ് ദൗല ഭരണാധിപനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്ന് അവർ തീരുമാനിച്ചെന്ന് മാത്രമല്ല, അങ്ങനെ അവർ തീരുമാനിച്ച ആ ഡേറ്റ്, ആ സമയം എടുത്തു. അങ്ങനെയാണല്ലോ നമ്മളെ ഈ കാര്യങ്ങൾ. നമ്മളൊക്കെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അതിപ്പോ ഏത് മേഖലയാണെങ്കിലും, പഠനരംഗമാണെങ്കിലും ജോലി മേഖലയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ അതിന്റെ മാനേജർക്ക് കൂട്ടത്തിലെ ആരോടെങ്കിലും ഒരാളോട് പ്രത്യേകമായ സ്നേഹം, അടുപ്പോ തോന്നിയാൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ അസൂയ തോന്നും. എന്താ അയാളോട് മാത്രം ഇത്ര സ്നേഹം? ഞാൻ എത്ര കാലമായി ഈ കമ്പനി വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ എത്ര കാലം ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ആ കുട്ടിയോട് മാത്രം എന്താ സ്ഥാനത്ത് വലിയ സ്നേഹം? ആ കുട്ടി ഇപ്പൊ അടുത്ത് വന്നിട്ടല്ലോ എന്ന രീതിയിലുള്ള അസൂയ നമുക്കൊക്കെ സ്വാഭാവികമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും അങ്ങനെയുള്ള പ്രവണതകൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അസൂയ നന്മകളെ തിന്നുകളയുമെന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഈ ഹമദാൻ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും ഉടലെടുത്തത്. അവർ തീരുമാനിച്ച ആ സമയമെടുത്തു. രാജാവ് തന്റെ പ്രൈവറ്റ് റൂമിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി സ്വന്തം പ്രൈവറ്റ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് മറ്റു മന്ത്രിമാരും പട്ടാളക്കാരും സൈനാധിപന്മാരുമായി ആയുധ സജ്ജീകരണത്തോടുകൂടി ആയുധങ്ങൾ ഏന്തിക്കൊണ്ടതാ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രാജാവിന്റെ
ആ പ്രൈവറ്റ് റൂമുകൾ വടയുകയാണ്. പോരിന് വിളി മുഴങ്ങി രോഷം അങ്ങിങ്ങ് പൊങ്ങി, പോരിന് വിളി മുഴങ്ങി രോഷം അങ്ങിങ്ങ് പൊങ്ങി. അമദാൻ കൊട്ടാരത്തിലെ രാജൻ കണ്ടവരും നടുങ്ങി, കൊലവിളികൾ നാദം പൊങ്ങി അത് കണ്ടവരാകെ നടുങ്ങി, കൊലവിളികൾ നാദം പൊങ്ങി അത് കണ്ടവർ ആകെ നടുങ്ങി. പോരിന് വിളി മുഴങ്ങി രോഷം അങ്ങിങ്ങ് പൊങ്ങി. വാളും കൊടുവാളും ചീറിടുന്നു, വാളും കൊടുവാളും ചീറിടുന്നു, കൊമ്പും പടകൊമ്പും വീശിടുന്നു. ശത്രു സമൂഹം ഒന്നാലേ അധികവും ആവേശത്താലേ, ശത്രു സമൂഹം ഒന്നാലേ അധികവും ആവേശത്താലേ. പോരിന് വിളി മുഴങ്ങി രോഷം അങ്ങിങ്ങ് പൊങ്ങി. അമദാൻ കൊട്ടാരത്തിലെ രാജൻ കണ്ടവരും നടുങ്ങി, കൊലവിളികൾ നാദം പൊങ്ങി അത് കണ്ടവരാകെ നടുങ്ങി, കൊലവിളികൾ നാദം പൊങ്ങി അത് കണ്ടവരാകെ നടുങ്ങി. പെട്ടെന്ന് ആ റൂമിലേക്ക് ആയുധധാരികളായ മന്ത്രിസഭ അംഗങ്ങൾ, തന്റെ പട്ടാളക്കാർ, തന്റെ സൈനാധിപന്മാർ മുഴുവനും സംസുദ്ധ പോലെ ഇരിക്കുന്ന ആ റൂം വളഞ്ഞിരിക്കുകയാണ്. ആയുധങ്ങൾ എത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഭീഷണി സ്വരത്തോടുകൂടി അവർ ഉയർത്തിക്കൊണ്ട് പറയാൻ തുടങ്ങി, സംസുദ്ധോല, പ്രിയപ്പെട്ട പ്രഭു, അങ്ങയോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ രീതി നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ കാലങ്ങളേറെയായി ഞങ്ങൾ അങ്ങയുടെ കീഴിൽ ഈ കൊട്ടാരത്തിന്റെ കാര്യങ്ങൾ മുഴുവനും അങ്ങ് പറയുന്ന അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ധാരാളം വർഷങ്ങൾ അങ്ങയുടെ കീഴിലായി ഞങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്തായി ഒരു മുസാഫിറായി, ഒരു വഴിപോക്കനായി ഈ നാട്ടിലേക്ക് എത്തിയിട്ടുള്ള ശൈഖ് കബീറിനെ ഞങ്ങളോട് ആരോടും സമ്മതം ചോദിക്കാതെ, അഭിപ്രായം തേടാതെ അങ്ങ് മന്ത്രിസഭയിൽ എടുക്കുക മാത്രമല്ല, അയാൾക്ക് വലിയ പതിവ് നൽകുകയും വല്ലാത്ത ആദരവും ബഹുമാനവും നൽകി. ഇപ്പൊ ഞങ്ങളോടൊരു കാര്യം ചർച്ചയില്ല, സംഭാഷണമില്ല, മുഷാവറയില്ല. രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അയാളുടെ അഭിപ്രായം അനുസരിച്ചായി. പ്രഭു അങ്ങ് മാറിയിരിക്കുക, അതുകൊണ്ട് ഇത് പറ്റില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അയാൾ ആരാ, എവിടുത്തുകാരനാണ്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാൾ ഈ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി അയാൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടണം. അതിന് അങ്ങ് എത്രയും പെട്ടെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കണം. ഇല്ലെങ്കിൽ ഒരു സൈനാധിപൻ വാളുയർത്തി കാണിച്ചുകൊണ്ട് സംസുദ്ധോല രാജാവിന് നേരെ ആഞ്ഞുവീശി, സംസുദ്ധോല, പ്ലീസ്, നിങ്ങൾ എന്നോടൊന്നും ചെയ്യരുത്, എന്നോട് കോപിക്കരുത്, ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്നത് നിങ്ങൾ എന്ന് കേൾക്കും. അയാൾ പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾ ഈ കൊട്ടാരത്തിലേക്ക് വന്നതോടുകൂടി, ഈ മന്ത്രിസഭയിൽ അംഗമായി ഞാൻ അദ്ദേഹത്തെ നിയമിച്ചതോടുകൂടി ഈ നഗരത്തിന്റെ പുരോഗതി എത്രയോ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉത്ഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഓരോന്നായി എന്നോട് പങ്കുവെക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നോട്ട് പോകും. ഒരുപാട് പുരോഗതികൾ ഈ രാജ്യം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്, എന്ന് നിങ്ങൾ ആക്രമിക്കരുത്. ഇനിയല്ല, വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഭീഷണി സ്വരത്തോടു കൂടി വന്ന, ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് ആയുധങ്ങളെ ഏന്തി വന്ന കൂട്ടത്തോടെ സംഘടിച്ചു വന്ന ആ മന്ത്രിമാർക്ക് മുമ്പിൽ, സൈനാധിപന്മാർക്ക് മുമ്പിൽ, പട്ടാളക്കാർക്ക് മുമ്പിൽ സംസുദ്ധോല രാജാവിന് ഒരു വേള കീഴടങ്ങേണ്ടി വന്നു. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അയാളെ പുറത്താക്കണം. മറ്റൊരു കാര്യം തിരിച്ച് ഇങ്ങോട്ട് പറയേണ്ട പ്രഭു,
പുറത്താക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ശാന്തരായിക്കൊള്ളാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് ആജ്ഞാപിക്കണം അദ്ദേഹത്തെ പുറത്താക്കാൻ. ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ ശംസുദ്ദൗല ഭരണാധിപതി വഴങ്ങേണ്ടി വന്നു. ശംസുദ്ദൗല ഉത്തരവ് പുറപ്പെടുവിച്ചു. സയ്യിദ് കബീർ അദ്ദേഹത്തെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കപ്പെടണം. ഇത് കേൾക്കേണ്ട താമസം അവിടെ കൂടിയ മുഴുവൻ മന്ത്രിമാർക്കും മറ്റു പട്ടാളക്കാർക്കും സൈനാധിപന്മാർക്കും വല്ലാത്ത സന്തോഷമായി ഉത്തരവ് നിലവിൽ വന്നു കഴിഞ്ഞു. പിന്നീട് അവർ പട്ടാളക്കാർ അതാ ഇറങ്ങിത്തിരിച്ചു. കാരണം ശംസുദ്ദൗലയുടെ ഓർഡർ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അവരെ ഇറങ്ങിത്തിരിച്ചു. എവിടെയാണ് സയ്യിദ് കബീർ ഉള്ളത്? അങ്ങനെ സയ്യിദ് കബീർ ഈ വാർത്ത അറിഞ്ഞു. നമ്മുടെ കഥാനായകൻ ഈ വാർത്ത അറിഞ്ഞു. ഗർവം ചെയ്തതും അവർക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നതും ശംസുദ്ദൗല ഈ ആജ്ഞ പുറപ്പെടുവിച്ചതും ഒക്കെ സയ്യിദ് കബീർ അറിയുന്നു. അയാൾ ചിന്തിച്ചു, പടച്ച റബ്ബേ, ഞാനിന്ന് തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ അമദാനിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ അവർക്ക് എതിരായി, ഈ രാജ്യത്തിനെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല. നന്മകൾ മാത്രമേ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ആളുകൾ എനിക്കെതിരെ തിരിയാൻ തുടങ്ങിയിരിക്കുന്നത്? അല്ലാഹുവേ, നീ എന്നെ കാത്തുരക്ഷിക്കണമേ, നീ എനിക്ക് സംരക്ഷണം നൽകണമേ എന്ന് സയ്യിദ് കബീർ പ്രാർത്ഥനയിൽ മുഴുകാൻ തുടങ്ങി. ഒരു ദിവസം ശംസുദ്ദൗല രാജാവ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സയ്യിദ് കബീർ, അങ്ങനെ വല്ലാതെ സ്നേഹിക്കുന്നു, വല്ലാതെ ആദരിക്കുന്നു, വല്ലാതെ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ഭരണകൂടത്തിലുള്ള അംഗങ്ങളുടെ ഇവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് മുട്ടമടക്കാനും സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ ബഹുമാനത്തോടെയും ആദരവോടും സ്നേഹത്തോടും കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ രാജ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടില്ല. ഇവരുടെ നിർബന്ധത്തിന്റെ മുമ്പിൽ വഴങ്ങുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. വല്ലാത്ത സങ്കടത്തോടു കൂടി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഈ വാർത്ത, ഈ വിഷയം ശംസുദ്ദൗല സയ്യിദ് കബീറിനെ അറിയിക്കുകയാണ്. സയ്യിദ് കബീർ ചിന്തിച്ചു, പടച്ച റബ്ബേ, ഞാനിനി എങ്ങോട്ടാണ് പോവേണ്ടത്? റബ്ബിന്റെ വിധിയായിരിക്കാം ലോകം മുഴുവൻ സഞ്ചരിക്കാൻ. എനിക്ക് റബ്ബ് ഒരുപക്ഷെ റബ്ബിന്റെ വിധിയായിരിക്കാം ഇത്. ആ വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ സയ്യിദ് കബീർ അതാ ഭാണ്ഡമെടുത്തു. പഴയതുപോലെ ആ ഭാണ്ഡം പേറി അതാ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തിരിക്കുകയാണ്, ഒരുങ്ങുകയാണ്. കണ്ണീരായി കദനം പേറി കൽബം വിങ്ങി തേങ്ങിയേ, കഷ്ടപ്പാടും കഠിന ഭാരം പേറി പേറി നിൽക്കവേ, കണ്ണീരായി കദനം പേറി കൽബം വിങ്ങി നീങ്ങിയേ, കഷ്ടപ്പാടും കഠിന ഭാരം പേറി പേറി നീങ്ങിയേ, എന്റെ റബ്ബേ ഇന്നു ഞാൻ ഇനി എന്തു ചെയ്യും പാതി ഞാൻ, എന്റെ റബ്ബേ ഇന്നു ഞാൻ ഇനി എന്തു ചെയ്യും പാതി ഞാൻ, നാടും വീടും കൊട്ടാരവും വിട്ട് ഞാനും പോകുമേ, കണ്ണീരായി കദനം പേറി കൽബും വിങ്ങി തേങ്ങിയേ, കഷ്ടപ്പാടും കഠിനം പേറി പേറിക്കൊണ്ട് നിൽക്കവേ, വല്ലാത്ത സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടി ആ ഭാണ്ഡവും പേറിക്കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങി തിരിക്കവേ, പെട്ടെന്ന് കൊട്ടാരത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആളുകൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്തായിരുന്നു ആ ശബ്ദം? ഇൻഷാ അല്ലാഹ്
നാളെ പറയാം. സർവശക്തനായ അല്ലാഹു നാളെ പറയുവാൻ നിങ്ങൾക്ക് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷ്യം പറയുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മഹാമാരിയിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും ലോകരാജ്യങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.